ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ പലർക്കും ഉള്ള പരാതിയാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കട്ടി കൂടി പോകുന്നു, അതുപോലെ സോഫ്റ്റ്നെസ് ഇല്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറേശ്ശെ ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല, പച്ചവെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. ഞാൻ 2 ഗ്ലാസ് മാവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ച് നോക്കാം. അതിന് ശേഷം നമുക്ക് ഞാൻ പറയാൻ തരം വെള്ളം എടുത്തെന്ന് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ കുഴച്ചെടുത്ത് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അതും അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതി ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ നമുക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് തന്നെ കുഴച്ചെടുക്കണം. ഒരുപാട് കൂടിപ്പോയാൽ പിന്നെയും പൊടി കൂടുതലായിട്ട് ഇടേണ്ടി വരും. അതിന് ശേഷം ആ മാവിനകത്ത് നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തി പലകയെ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം തന്നെ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കാം. ആദ്യം നിങ്ങൾ പരത്തി നോക്കണം. അതിന് ശേഷം എന്നിട്ട് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പൊടി ചേർത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല തിന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പരത്തി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പാനിന് നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചപാടെ ഒരു സെക്കൻഡ് മാത്രം മതി കേട്ടോ, ആ ഒരു വശം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഇത് രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നാലും ഒട്ടും കട്ടിയായി പോകുമൊന്നുമില്ല കേട്ടോ. ആ ഒരു സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ജസ്റ്റ് നമ്മൾ ആ തവി ഇങ്ങനെ മേളിൽ വെച്ച് കൊടുത്താൽ മതി. എന്നപ്പോഴത്തേക്ക് അത് പൊങ്ങി വരും കേട്ടോ. തിരിച്ച് മറിച്ച് വിട്ട് ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ല. അതിന് മുമ്പ് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. അപ്പം പെട്ടെന്ന് റെഡി ആയിക്കോളും. അപ്പോൾ അടുത്തത് ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കട്ടിയില്ലാതെ വളരെ തിന്നായിട്ട് തന്നെ ഈ മാവ് പരത്തിയെടുക്കണം കേട്ടോ. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അന്നേരം. ഇതിൻ്റെ പുറത്ത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ പോലും അതൊന്ന് കീറുകയോ ഒന്നും മുറിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റാണ്. നല്ല സൂപ്പർ ചപ്പാത്തിയാണ്. ഇത് രാത്രി വരെ ഇരുന്നാലും ഒന്നും കട്ടി കൂടുകയോ ഒന്നുമില്ല കേട്ടോ. ആ സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഇരിക്കും. നമുക്ക് പിറ്റേന്ന് വരെ യൂസ് ചെയ്യാം. അതുപോലെ സോഫ്റ്റാണ്. കണ്ടില്ലേ, നല്ല ചുരുട്ടി, ഞാൻ കൈ മൊത്തം ചുരുട്ടി വെച്ചേക്കും. എന്നിട്ടും അതൊരു ചുളുങ്ങോ അല്ലെങ്കിൽ കീറോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചപ്പാത്തിക്ക്. ഏത് കറിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.